നമ്മളുടെ സ്വാഗത പ്രാസംഗികനായ ശുഭാംഗാനന്ദ സ്വാമി നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ, അതിൽ കേരളത്തിൽ നിരവധി മുഖ്യമന്ത്രിമാരൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ആവശ്യമായ സംഭാവനകൾ ചെയ്യുവാൻ ഭരണതലത്തിൽ ഇരുന്നു കൊണ്ട് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിച്ച പ്രിയങ്കരനായൊരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും വിസ്മൃതിയിലാണ്ടുപോയാലും ശ്രീനാരായണ സമൂഹം ഒരിക്കലും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യവും അതുപോലെ ഗുരുദേവൻ്റെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തതും ശിവഗിരിയുടെ വികസനത്തിനു വേണ്ടിയൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ശിവഗിരി മഠവും ശ്രീനാരായണ പ്രസ്ഥാനവും ഒരിക്കലും മറക്കില്ല. അങ്ങയെ ശ്രീനാരായണ സമൂഹത്തിനു വേണ്ടി ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുകയാണ്. ഇന്ന് ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഗുരുദേവൻ എടുത്തു കളഞ്ഞ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരികെ വന്നുകൊണ്ടിരിക്കുന്നൊരു പരിതസ്ഥിതിയിൽ ശ്രീനാരായണീയ സമൂഹം പലതിലും ഭാഗവാക്കുകളാവുകയും പല കാര്യങ്ങളിലും കയ്യും കെട്ടി നോക്കി നിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. കേരളത്തിൽ മനുഷ്യൻ്റെ പേരിൽ യാഗങ്ങൾ നടത്തുക, മനുഷ്യ മാംസം ഹോമിക്കുന്ന രൂപത്തിലുള്ള യാഗങ്ങൾ നടത്തുക തുടങ്ങിയ അന്ധാചാരങ്ങളിലേക്ക് പോലും നമ്മുടെ രാജ്യം വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തായി കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോത്സ്യവും പ്രശ്നവും അന്ധവിശ്വാസങ്ങളുമാണ്. ശ്രീനാരായണ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ഇതിലൊക്കെ ചെന്ന് വീഴുകയാണ്. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി മുഹൂർത്തം നിശ്ചയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി ഇനി മുഹൂർത്തം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ മഹാത്മാവാണ്. ആ മഹാഗുരുവിൻ്റെ അനുയായികളായിരിക്കുന്ന ആളുകൾ ഒരിക്കലും അന്ധാചാരങ്ങളിലും അനാചാരങ്ങളിലും ജ്യോത്സ്യൻ്റെയും പ്രശ്നകാരിയുടെയും ഒക്കെ വഴിയെ പോകുന്നവരായി തീരുവാൻ പാടുള്ളതല്ല. അതുപോലെ ഗുരുദേവൻ അരുവിപ്പുറത്തും ശിവഗിരിയിലും ആലുവായിലുമൊക്കെ സ്ഥാപനങ്ങൾ, ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് സ്ഥാപിച്ചു തന്നപ്പോൾ അവിടെ എല്ലാവർക്കും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പ്രവേശനം അനുവദിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും മറ്റ് മതക്കാർക്ക് പ്രവേശനമില്ല. ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ പോലും അത് പിന്തുടർന്ന് കാണുമ്പോൾ വലിയ ഖേദം തോന്നുന്നു. അതിനേക്കാൾ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. പണ്ട് ക്ഷേത്രങ്ങളിൽ സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി പൂണൂലൊക്കെ വേണ്ടവണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഉടുപ്പൂരുന്ന സമ്പ്രദായം ഉണ്ടായതെങ്കിൽ ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ
ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറുക എന്നത് ഒരന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹവും മുറുകെ പിടിക്കുന്നു. അത് തിരുത്തിയേ മതിയാകൂ. ശിവഗിരി മഠത്തിൻ്റെ മാർഗനിർദ്ദേശം അതാണ്. ബഹുമാനപ്പെട്ട SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തുറന്ന് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകൻ ശിവഗിരിയിൽ വന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഞങ്ങൾ ഉടുപ്പ് ഊരണമെന്ന് നിർബന്ധം പിടിച്ചിട്ടില്ല. പിന്നെ ഉടുപ്പ് ഊരിയേ കയറാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ ശ്രീനാരായണ പാരമ്പര്യം പിന്തുടരുന്ന ചില വൈദികന്മാരുമുണ്ട്. അത് മനസ്സിലാക്കി പ്രതികരിക്കുവാൻ, അന്ധാചാരങ്ങളെ ദൂരീകരിക്കുവാൻ ശ്രീനാരായണ സമൂഹം ഉണർന്നു നിന്ന് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ്.